എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യൻ വോയിസ് പ്ലേസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗായിട്ടാണ്. അപ്പോൾ ഇത്തവണ 2020 ഞങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. ദൈവകൃപ കൊണ്ട് നിങ്ങളെല്ലാവരും ക്രിസ്മസ് നല്ലോണം ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ നല്ല മൊമെൻറ്റ്സ് ഡ്യൂറിങ് ദിസ് ക്രിസ്മസ് അതുണ്ട്, ഫുഡുണ്ട്, ഒത്തിരി ഫുഡുണ്ട്, പിന്നെ ഞങ്ങളുടെ സെലിബ്രേഷൻ സോ മച്ച്. പിന്നെ ബോണസായിട്ട് ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ചെറിയ ഒരു ക്ലിപ്പിംഗ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം കാനഡയിൽ വൈറ്റ് ക്രിസ്മസ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ടൊറോണ്ടോ ബ്രാംപ്ടൺ റീജിയനിലെല്ലാം സ്നോ ഉണ്ടായിരുന്നു. സോ സ്നോയിങ് ഫോർ ക്രിസ്മസ് എല്ലാ വർഷവും ഉണ്ടാവണം എന്നില്ല, പക്ഷേ സ്നോ ഉള്ളത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ ക്രിസ്മസ് വ്ലോഗിലോട്ട് കിടക്കാം. ഞാനൊരു 3 ദിവസം മുന്നേ പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് 3 ദിവസം മുന്നേ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ വാസ് മേക്കിംഗ് മൈ പ്ലം കേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്വിക്കായിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കിയത്. എന്നാൽ പോലും നല്ല ടേസ്റ്റായിരുന്നു. ഒറിജിനൽ പ്ലം കേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ വൈനെല്ലാം യൂസ് ചെയ്തിട്ടാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ അതിൻ്റെ ബട്ടറെല്ലാം മെഷർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലം കേക്ക് ബാറ്റർ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരേ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തുള്ളൂ. അത് ഞാൻ എൻ്റെ മടി കൊണ്ട് ഞാൻ ചെയ്ത് പോയതാണ്. ഞാൻ എൻ്റെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ പൊടിയിൽ, അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും ബാറ്ററിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് പൊടിയിൽ ചുമ്മാ ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം, അത് ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡിയായി എൻ്റർ ദി അവൻ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കേക്ക് മിക്സ് അല്ലെങ്കിൽ എൻ്റെ പ്ലം കേക്കിൻ്റെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കേക്കും ഞാൻ ദൈവമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കേക്ക് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഡേ ബേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ. കാരണം ഇൻ ഫ്യൂച്ചർ ഞാൻ മറന്നു പോയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിയെല്ലാം സെഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയ ശേഷം ഞാൻ കേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ കാണിച്ചു തരാൻ എന്താ ചെയ്തത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് റാപ്പാണ്, ഫുഡ് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കേക്ക് ചുമ്മാ ഒരു ഭംഗിയായിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പ്ലം കേക്ക് റാപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റെഡ് കളറിലൊരു റിബണും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത ശേഷം ഞാൻ ആ റിബണും വെച്ചിട്ട് അതൊന്ന് കിട്ടിയായിരുന്നു. പിന്നെ അടുത്ത പരിപാടി, ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മീറ്റ് ഞാൻ വേവിച്ച് മിൻസ് ചെയ്ത് വെക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കാനാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ച് വന്നത് ഇതാണ്. എന്തായാലും കുഴപ്പമില്ല, ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു സൈഡ് ഉണ്ട്. അതൊരു ചമ്മന്തിയാണോ അച്ചാറാണോ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്, നമ്മുടെ അവിടെയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതുണ്ടാക്കി നേരത്തെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഓൺ ദാറ്റ് ഡേ എനിക്ക് ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നു വരില്ല. ഞാൻ അതുപോലെ തന്നെ ചിക്കനും വേവിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിനുള്ള ഫുഡും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഞാൻ ചിക്കൻ എല്ലാം വേവിച്ചതിൻ്റെ എല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കേക്ക് ആയത് അത് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലം കേക്ക് ഞാൻ ഓൾറെഡി അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സെറ്റ് ഓഫ് പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഏകദേശം തീരാറായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാക്കി അത് ആറിക്കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ, കാരണം ഞാനിതിൽ ഉലുവയും അതുപോലെ തന്നെ എണ്ണയും വിനെഗറും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് 24th വീഡിയോസാണ്. അപ്പോൾ വൈൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വൈൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ LCBOയിൽ വൈൻ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ വലിയൊരു ക്യൂ ആയിരുന്നു. 24th ഇവിടുത്തെ കടകളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര എക്സ്ട്രീംലി തിരക്കായിരുന്നു. ഞങ്ങൾ വൈൻ മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും വിട്ടുപോയേനെ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തൊക്കെയായാലും ക്രിസ്മസ് ആകുമ്പോൾ കേക്കും വൈനും എല്ലാം വേണ്ടേന്ന് വിചാരിച്ച് ശരി ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊരു ഫാൻറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള വൈനാണ് ഫസ്റ്റ് കണ്ടത്. രണ്ടാമത്തത് ബൊഡേഷ്യസ്, അതും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വൈൻ ബ്രാൻഡ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ 24th ഈവനിങ് നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലൊരു എന്താ പറയുക കാണുന്നത്, വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ടൈം സ്പെഷ്യൽ കപ്പാണിത്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഒരു സാന്റ കപ്പിൽ ഞങ്ങൾ 2 കപ്പ് ചുക്ക് കാപ്പിയാണ് അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ അപ്പോൾ ചുക്ക് കാപ്പി കുടിക്കായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് മീറ്റ് എല്ലാം കട്ട് ചെയ്ത് തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ 24th ഈവനിങ് ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കവിടെ മീൻ കട്ട് ചെയ്ത് തരാണ്. അപ്പോൾ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമായിരുന്നു വട്ടയപ്പം. ഞാനിവിടെ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അധികം. കാരണം എൻ്റെ കയ്യിൽ ഇതില്ല, ഇഡ്ഡലി പാത്രം ഇല്ല വലിയത്. അതായത് ചെറിയ ഇഡ്ഡലി കുക്കറുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ ഇഡ്ഡലി പാത്രം ഇല്ല. അപ്പോൾ അങ്ങനെ വേവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ ഇത്തവണ ഞാൻ ഇത്തിരി എന്തെല്ലോ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി, പക്ഷെ നന്നായി തന്നെ വന്നു. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഫിഷ് മോളിക്കുള്ള മീൻ ഞാൻ ആദ്യം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമുള്ളൊരു എന്താ പറയുക ഒരു ഡിഷ് തന്നെയാണ് ഫിഷ് മോളി. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു എന്താ പറയുക അതെല്ലാം ശരിക്കും കാണാൻ പോലും എനിക്ക് തോന്നുന്നു ക്യാമറയിലേക്കാളും ഭംഗി നേരിട്ട് തന്നെയായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാൻഡിൽസ് എല്ലാം മാറ്റാണ്. മിഡ് നൈറ്റിന് മുന്നേ പുതിയ ക്യാൻഡിൽസ് വെക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ അഡ്വെൻറ്റ് ക്യാൻഡിലെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ റിയൽ ആയിട്ടുള്ള എന്താ പറയുക എവർഗ്രീൻ ചെടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ചെറിയ ചെറിയ ബ്രാഞ്ചസും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്യുകയാണ് ഇപ്പോൾ. ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതാ എനിക്ക് വേണ്ടിയിട്ട് അത് അവിടെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അഡ്വെൻറ്റ് ക്യാൻഡിൽ ഇത് ഞങ്ങളുടെ സ്വന്തം കരോൾ സംഘമാണ്. കാരണം ഇവിടെ വേറെ കരോളൊന്നുമില്ല. അപ്പോൾ അവർ തന്നെ കരോളെല്ലാം ചെയ്യുകയാണ്. ഉണ്ണീനെ കൊണ്ടിട്ട് പുൽക്കൂട്ടിൽ വെക്കാൻ വേണ്ടി പോവാണ്. സോ ഉണ്ണി പിറന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീട്ടിൽ. അപ്പോൾ ഈ ഒരു പുൽക്കൂടെന്ന് പറയാന്നുണ്ടെങ്കിൽ ഇത് ഐ റിയലി വോണ്ടഡ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് ഒരു എന്താ പറയുക തട്ടിക്കൂട്ടിലുണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഈ റിസൾട്ട് വെച്ചിട്ട് കേട്ടോ.
ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ബ്രെഡ് ഉണ്ടായിരുന്നു, ഫിഷ് മോളി ഉണ്ടായിരുന്നു, വട്ടയപ്പം ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, വൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചിരുന്നു ഈ ഒരു ഡിന്നറും ഈ ഒരു ഈവനിങ്ങും എല്ലാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ലോഡ് ഫോർ എവറിത്തിങ്. ഈ മൊമെൻറ്റ്സിനെല്ലാം ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. സോഫാർ നിങ്ങളെ പറ്റും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ് മീ നോ ഹൗ മച്ച് യു ലവ് ദിസ് വീഡിയോ. ഓക്കെ. മാഡം അവിടെ ഡാൻസിലായിരുന്നു. നേരത്തെ കെറോളിൻ്റെ ഹാങ് ഓവർ അവൾക്ക് പോയിട്ടില്ലായിരുന്നു. നല്ല ഡാൻസ് തന്നെയായിരുന്നു അവള്. ഹാപ്പി ബർത്ത്ഡേ ഈശോച്ച പറഞ്ഞോയോ ഈശോച്ച. രാജാതിരാജൻ എഴുന്നള്ളുന്നു. ഹാപ്പി ക്രിസ്മസ് നോയു. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ കാനഡയിൽ 25th മോർണിംഗ് ആയിട്ടില്ല. അപ്പോൾ നാട്ടിലെന്തായാലും ക്രിസ്മസ് സെലിബ്രേഷൻസ് എല്ലാം നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ അങ്കമാലിലെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ അനിയൻ ഇത്തവണ ക്രിസ്മസിന് വീട്ടിലുണ്ടായിരുന്നു, ആൻറ്റിയുടെ മോൻ. അപ്പോൾ അവൻ തന്നെ എടുത്ത് അവൻ തന്നെ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. നമുക്ക് ആദ്യം അത് കാണാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷനും നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഞങ്ങൾക്കും ശരിക്കും നല്ലോണം നാടെല്ലാം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നാടൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ 25th രാവിലെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നോയിൻ്റെ ഗിഫ്റ്റ്
നോക്കി കിട്ടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ സ്റ്റോക്കിങ്സിൽ അവൾക്കുള്ള ചെറിയ ഗിഫ്റ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. അത് ഇവിടങ്ങളിലുള്ള ഒരു ട്രഡീഷൻ തന്നെയാണ്, ഇങ്ങനെ സ്റ്റോക്കിങ്സിൽ രാവിലെ തന്നെ ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. സോ അവളുടെ ഗിഫ്റ്റാണ് അവളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ തവണ നോക്കിയ ക്രിസ്മസിന് കൊടുത്ത കാർഡാണ്. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു സെയിം സീരീസ് കുറച്ച് കാർഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കാർഡും ഈ ഒരു പിക്ചറും. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഞാൻ ഈ കാർഡ് അവളുടെ സെക്കൻഡ് ക്രിസ്മസിനും ഞാൻ കൊടുത്തത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നോയ അപ്പയും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം നോയ എന്താ കഴിക്കണമെന്ന് അറിയാമോ? നോയ ജീരകമിഠായി കഴിക്കുകയാണ്. പഞ്ചാബി സ്റ്റോറിൽ പോയപ്പോൾ കണ്ടതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നാട്ടിലെ ജീരകമിഠായി. അപ്പോൾ അവളും കഴിക്കുകയാണ്. സോ നൗ ഞങ്ങളുടെ മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് ഞങ്ങൾ ലേറ്റായിട്ടാണ് രാത്രി ഫുഡ് കഴിച്ചത്. സോ ഞങ്ങൾ നമ്മുടെ വട്ടയപ്പവും കേക്കും പിന്നെ വൈനിന് പകരം രാവിലെ ചായ, ദാറ്റ്സ് ഓൺലി ചേഞ്ച്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അപ്പം കഴിക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ പ്ലാൻ എല്ലാം ഞങ്ങൾ മാറ്റി പ്ലാൻ ബിയിലേക്ക് ഞങ്ങൾ മാറുകയുണ്ടായി. അപ്പോൾ ആ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. വി ആർ അബൌട്ട് ടു കട്ട് ദ കേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കുവാണ്. മണം എങ്ങനെയുണ്ടെങ്കിൽ താങ്ക് യു ലോഡ്. അപ്പോൾ നല്ല കേക്ക് തന്നെയായിരുന്നു, നല്ല മണവും. എന്താ പറയുക, ശരിക്കും അന്ന് ഞാൻ ഉണ്ടാക്കി മൂടി വെച്ച ശേഷം അപ്പോഴായിരുന്നു കെട്ടി വെച്ച ശേഷം ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് തുറന്നത്. അപ്പോൾ മണം എല്ലാം ശരിക്കും അപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്. സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ദേ ഇവിടെ എൻ്റെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റൂവും അപ്പവും കട്ട്ലറ്റും പിന്നെ അതിൻ്റെ ചെറിയൊരു സാലഡുമാണ് വേറെ ഒരു സീരീസ് ഓഫ് എന്താ പറയുക ഫുഡ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് ഇവിടെ. അപ്പോൾ ഇത് കട്ട്ലറ്റ് റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാൻ എന്നെ എൻ്റെ ഹസ്ബൻഡ് ഇത്തിരി സഹായിച്ചായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് അബൌട്ട് ടു ഫ്രൈ ദം. അപ്പോൾ അത് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ കട്ട്ലറ്റുകൾ നല്ല ചൂടായിട്ട് ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് കട്ട്ലറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് സ്പെഷ്യൽ ഫീലിംഗ്. വേറെ എപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ സമയത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സീരീസ് ഓഫ് ഭക്ഷണം. ക്രിസ്മസിൻ്റെ തന്നെ ഞാൻ ഒത്തിരി ഒരു സീരീസ് സെറ്റുകൾ ഉണ്ടാക്കിയിരുന്നു, അതിൽപ്പെട്ട ഒന്നാണിത്. അപ്പോൾ അപ്പം എനിക്ക് പാലപ്പം ഉണ്ടാക്കാൻ തൽക്കാലത്തേക്ക് നിർവാഹമില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ ഗ്യാസ് സ്റ്റൗ അല്ലല്ലോ. അപ്പോൾ അതിൽ മറ്റേ പാലപ്പത്തിൻ്റെ ചട്ടി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അപ്പം ഉണ്ടായിരുന്നു, നല്ല അപ്പവും ചിക്കൻ സ്റ്റൂവും കട്ട്ലറ്റും, നല്ല ക്രിസ്പി കട്ട്ലറ്റുകളും, പിന്നെ നമ്മുടെ കട്ട്ലറ്റിന് സൈഡായിട്ട് അനിയൻ വെച്ചിട്ട് സവാള വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സാലഡും, പിന്നെ കേക്കും വൈനും എല്ലാം ആയിരുന്നു. അപ്പോൾ ഇതും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയായിരുന്നു. അപ്പോൾ മീൻ ടൈം എൻ്റെ ഹസ്ബൻഡും എൻ്റെ മാഡവും അവിടെ ഇരുന്നിട്ട് ക്രിസ്മസ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവർ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട് കേട്ടോ.
ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് സ്നോ പെയ്ത് തുടങ്ങിയത്. ആക്ച്വലി അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു ഇതിന് സ്നോ ഉണ്ടാവും എത്തവണ, അതുണ്ടാവില്ലേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തലേ ദിവസം തൊട്ട് ഇങ്ങനെ സ്നോ പെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് ക്രിസ്മസ് ആയപ്പോഴേക്കും നല്ല ഫുള്ളി സ്നോയിങ് ആയിരുന്നു, നല്ല വൈറ്റ് ക്രിസ്മസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്തതല്ല, പക്ഷേ ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ നോയ്ക്ക് സാൻറ്റിൻ്റെ ഒരു പടം ഞാൻ കൊടുത്തിരിക്കുകയാണ്, ആൻഡ് ഷീ ഈസ് കളറിങ്. അപ്പോൾ അവൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസമാണ്, അവൾക്ക് അവളുടേതായ കുഞ്ഞതല്ലേ, അവൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് കളർ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ തോന്നുന്ന പോലെ കളർ അടിച്ച ആ ഒരു സാൻറ്റിൻ്റെ പടം കാണാനും ഒരു ഭംഗിയുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അത് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. സോ ദിസ് ഈസ് ദ ഫൈനൽ പിക്ചർ. അപ്പോൾ അവൾ കളർ അടിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും, കാരണം ഐ നോ ഹൗ സ്മോൾ ഷീ ഈസ്. അപ്പോൾ അവൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ എവിടേക്കോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ ക്രിസ്മസ് മെയിൻ ഡിന്നർ എന്ന് പറയാൻ നേരത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു. ആ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈഡാണ് ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബീറ്റ്റൂട്ടിൻ്റെ സൈഡ്. അപ്പോൾ ഞാൻ ഇവിടെ ദമ്മ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആസ് യൂഷ്വൽ ഞാൻ അവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയും നല്ല ഭക്ഷണവും നല്ല കുറേ മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് 2020 ക്രിസ്മസ് ഞങ്ങൾ ദൈവകൃപ കൊണ്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഒരു ചെറിയ ഫോട്ടോഷൂട്ടെല്ലാം ഉണ്ടായിരുന്നു ക്രിസ്മസ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട്, അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ക്രിസ്മസ് തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ലൈക്സിലൂടെയും കമൻസിലൂടെ അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കമൻസ് ഐ സ്റ്റിൽ റിമെമ്പർ. ഒരു ചേട്ടനാണോ എന്നെക്കാളും ചെറുതാണോ എന്നറിയില്ല, സിനോവ് എന്ന് പറഞ്ഞിട്ട് ആ ബ്രദറെല്ലാം കമൻറ്റ് വായിച്ചിട്ട് ശരിക്കും ഐ വാസ് താങ്കിങ് ഗോഡ് ദാറ്റ് ഡേ. ശരിക്കും ഇങ്ങനെയുള്ള ലവ്ലി കമൻസ് എല്ലാം എനിക്ക് വരുന്നുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് ശ്രീ അയച്ച കമൻറ്റ് അന്ന വീഡിയോ ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഷീ ഓൾസോ വിഷ് മീ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശ്രീക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഫ്രം മൈ എൻഡ്. അപ്പോൾ അങ്ങനെ ഒത്തിരി സന്തോഷം നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. പീസ് ബി വിത്ത് യു. സീ മൈ ബിരിയാണി ഈസ് ലുക്കിംഗ് സോ ഗുഡ്. ലുക്കിംഗ് മാത്രമല്ല, ശരിക്കും എക്സാക്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി തന്നെയായിരുന്നു. കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാവുമായിരിക്കും. എന്താ പറയുക, ശരിക്കും എനിക്ക് ചിക്കൻ ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടം ഞാനുണ്ടാക്കുന്ന ബീഫ് ബിരിയാണിയാണ്. സോ സീ യു ഗൈസ്. പീസ് ബി വിത്ത് യു. ബൈ. ടേക്ക് കെയർ. അന്ന